തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തന്റെ പഴയ മണ്ഡലത്തിൽ സജീവമാകുന്നതിലൂടെ മുരളീധരന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മണ്ഡലത്തിലെ നേതാക്കളുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളുമായി കെ മുരളീധരൻ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ മുരളീധരൻ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ, സമുദായ നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളുമായി സജീവമാണ്. അതേസമയം പാർട്ടി യോഗങ്ങളിൽ താൻ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് മുരളീധരൻ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അതിനപ്പുറം മുരളീധരന്റെ ലക്ഷ്യം വിശാലമാണ്. വട്ടിയൂർക്കാവ് എന്ന തന്റെ പഴയ മണ്ഡലത്തിൽ കളത്തിൽ സജീവമാകുക എന്നതാണ് മുരളീധരൻ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം. എന്തായാലും മുരളീധരന്റെ ഈ മടങ്ങി വരവ് നീക്കത്തെ CPM-ഉം വളരെ ജാഗ്രതയോടെ കാണുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. എന്താണ് കെ മുരളീധരന്റെ ലക്ഷ്യം, നീക്കം? പരിശോധിക്കാം. MG മിഥുൻ നമുക്കൊപ്പമുണ്ട്. മിഥുൻ, കെ മുരളീധരന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച അവിടെ പ്രാദേശിക നേതാക്കള്, പ്രവർത്തകര്, ഒപ്പം മുരളി നടത്തുന്ന നീക്കങ്ങൾ, അവിടുത്തെ സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ, അത്തരം നീക്കങ്ങളൊക്കെയാണ്. നമുക്കറിയാം വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ സാന്നിധ്യം എന്തായിരുന്നു എന്നത് മുമ്പുണ്ടായിരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലേക്ക് മുരളി മടങ്ങിയെത്തുക എന്നതാണ്. എന്താണ് മുരളീധരന്റെ ലക്ഷ്യം, ഒപ്പം ഈ നീക്കങ്ങൾ, അതിന്റെ രാഷ്ട്രീയം? മിഥുൻ. സജിത്ത്, നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ടായതിനെ തുടർന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ചാണ് കെ മുരളീധരൻ വടകരയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ വിജയിച്ചതിന് ശേഷവും അദ്ദേഹം തുടർച്ചയായി തന്നെ പലവട്ടം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ അവിടെ ഒരു ഓഫീസ് കൂടി അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജയ്ഹിന്ദ് ടിവിയുടെ ഓഫീസിലാണ് അദ്ദേഹത്തിന്റെ താൽക്കാലികമായിട്ടുള്ള ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അവിടെയൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം ഈ MP ആയിരുന്നപ്പോൾ പോലും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ കൈവിടാതെ അവിടുത്തെ ജനങ്ങളുടെ പരാതികളും ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം തിരികെ വട്ടിയൂർക്കാവിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി അദ്ദേഹം സജീവമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം KPCയുടെ നേതൃയോഗം ഉണ്ടായിരുന്നു, UDFന്റെ നേതൃയോഗം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല. തിരുവനന്തപുരത്തുണ്ടായിട്ടും ആ സമയത്തൊക്കെ തന്നെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കെ മുരളീധരൻ ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിലൂടെ തന്നെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നേതൃത്വത്തിനുണ്ട്. പക്ഷേ അതിന് ഒരു പടി മുന്നേ തന്നെ കെ മുരളീധരൻ മണ്ഡലത്തിലിറങ്ങി സജീവമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നത്. നമുക്കറിയാം 2019 ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കെ മോഹൻകുമാർ ആയിരുന്നു, മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ മോഹൻകുമാറിനെയായിരുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കാതെ VK പ്രശാന്ത് എന്ന പുതുമുഖത്തിന് മുന്നിൽ അടിയറവ് വെച്ച് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യം. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുന്നിട്ടിറക്കി, വീണ നായർ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മുന്നിട്ടിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും അതും അത് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് പോവുകയും VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ കെ മുരളീധരൻ അല്ലാതെ വട്ടിയൂർക്കാവിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് നേതൃത്വത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് കെ മുരളീധരൻ മുതലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി KPC നിയോഗിച്ചുള്ള അന്വേഷണ കമ്മീഷൻ എത്തി അരമണിക്കൂറിൽ അധികം അദ്ദേഹമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പക്ഷേ പേര് വിവരങ്ങൾ, അതായത് ഒരാളുടെയും പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയുള്ള ഒരു പരാമർശമായിരുന്നു, അല്ലെങ്കിൽ സംഘടനാ തലത്തിലെ വീഴ്ചകൾ പറയുമ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരുവനന്തപുരത്ത് നിർണായകമായ സീറ്റുകൾ പിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2021 ആകെ ഒരു സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് UDFന്. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. സിറ്റിംഗ് സീറ്റുകളിൽ പോലും UDFന്, കോൺഗ്രസിന് പ്രത്യേകിച്ച് അടിയറവ് പറയേണ്ട വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ വട്ടിയൂർക്കാവുണ്ട്. കൂടാതെ കോവളം ഒഴിച്ചു നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഊന്നൽ നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവിലെ വാർഡ് തലത്തിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന അല്ലെങ്കിൽ UDFന്റെ നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടത്. മറ്റാരുടെയും
കാര്യങ്ങൾ നോക്കേണ്ടതില്ല, മറ്റാരും പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം സജീവമായി തന്നെ വട്ടിയൂർക്കാവിലെ ഈ ഓരോ തദ്ദേശ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ കോർപ്പറേഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രാദേശിക നേതാക്കളും അദ്ദേഹത്തെ വന്ന് കാണുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി കാണുകയും ചെയ്തു. കൂടാതെ അവിടുത്തെ പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി അദ്ദേഹവുമായി കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള. എന്തായാലും മിഥുൻ ഒന്ന് തുടരുക. ഈ മുരളീധരന്റെ മടങ്ങിവരവിനെ അതീവ ജാഗ്രതയോടെയാണ് CPM കാണുന്നത്. കാരണം കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ ആ മണ്ഡലം തിരിച്ചുപിടിച്ച അനുഭവമാണ് CPM-നുള്ളത്. VK പ്രശാന്ത് എന്ന ജനപ്രിയനായ ഒരു നേതാവിനെ കളത്തിലിറക്കി പിടിച്ച ആ മണ്ഡലം നഷ്ടപ്പെടുത്തുക CPM-നും ചിന്തിക്കാനാവില്ല. വളരെ ജാഗ്രതയോടുകൂടിയാണ് CPM-ന്റെയും നീക്കം. വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണ് K മുരളീധരൻ എന്നാണ് VK പ്രശാന്ത് MLA-യുടെ ആരോപണം. നേമത്തും വടകരയിലും പരാജയപ്പെട്ടു. ഇനി വട്ടിയൂർക്കാവിലും K മുരളീധരന് വീണ്ടും പരാജയം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. മുരളിക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന തോന്നലാണ്. ജനങ്ങൾ തനിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് പ്രശാന്തിന്റെ ആത്മവിശ്വാസം. കേൾക്കാമോ വാക്ക്? പ്രശാന്ത് നമുക്കൊപ്പം ഉള്ളത്. K മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം 3-ാം സ്ഥാനത്താണ് പോയത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വട്ടിയൂർക്കാവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രശാന്ത് ചേർന്നു. 5 വർഷം മുമ്പ് 2019 സെപ്റ്റംബറിലായിരുന്നു ബൈ ഇലക്ഷൻ ഉണ്ടായത്. മുരളീധരൻ രാജിവെച്ചതിനെ തുടർന്നുണ്ട ഒഴിവിൽ അന്ന് അങ്ങ് MLA ആവുന്നു. വീണ്ടും മുരളീധരൻ ഇവിടേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങിക്കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് സ്വാഭാവികമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അവര് വലിയ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ജനതയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ആ നിലയിൽ ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നേമത്ത് പരാജയപ്പെട്ടു, വടകരയിൽ പരാജയപ്പെട്ടു, ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെടുമെന്നാൽ അത്രയേ ഉള്ളൂ അതെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മേഖല തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ BJP ഇവിടെ ശക്തമാണ്. അങ്ങ് പറഞ്ഞ കോൺഗ്രസ് അതേ രീതിയിൽ ഇവിടെ അവർക്ക് ഒരു വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ CPM ഈ കാലയളവിലൂടെ രാഷ്ട്രീയമായി എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സംഘടനാ ശേഷിയൊക്കെ വളർന്നിട്ടുണ്ട്? അല്ല, നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ സാഹചര്യം വെച്ച് ഇതിനെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ഈ സാഹചര്യത്തിൽ പോലും തോറ്റയാളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. ആ 3-ാം സ്ഥാനത്ത് നിന്നാണ് 1-ാം സ്ഥാനത്തേക്ക് വന്നത്. 2ാമത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭൂരിപക്ഷം ഉയർത്താനും സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് വട്ടിയൂർക്കാവിനെ നല്ല പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 1800 കോടി രൂപയുടെ വികസന പരിപാടികളാണ് വട്ടിയൂർക്കാവിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന് മാത്രം 820 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി നടക്കാത്ത ഒരു കാര്യം ഇപ്പൊ നടപ്പാക്കാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങള് ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കും. ഈ സാഹചര്യം ആയിരിക്കില്ല കോർപ്പറേഷൻ ഇലക്ഷൻ ഉണ്ടാവുക, നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവുക. വലിയ മാറ്റം വരും. അപ്പോ ശ്രീ K മോഹൻകുമാറിനെയാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. 2ാമത്തെ പൊതു ഇലക്ഷനിൽ വീണെ ഉൾപ്പെടെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. മുരളീധരൻ വരുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അദ്ദേഹം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോ എന്തായാലും അതേ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഞാനും നന്നായിട്ട് മണ്ഡലം ശ്രദ്ധിക്കാം. അദ്ദേഹം വരുന്നത് ഒരു തരത്തിലും ബാധിക്കില്ല. തീർച്ചയായിട്ടും ബാധിക്കില്ല. ഈ സാഹചര്യം ആകെ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഗവൺമെന്റ് ഇപ്പോൾ തിരിച്ചടി വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയും ഗവൺമെന്റും തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ കിട്ടിയ തിരിച്ചടി വളരെയധികം ഗുണകരമാകും. അപ്പൊ അത് കുറച്ചുകൂടി ജനകീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളും പരിശ്രമിക്കുകയാണ്. അപ്പൊ അത് അടുത്ത 2 വർഷം ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഞങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് മണ്ഡലത്തിൽ കാണാം. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ്. എതിരാളിയെ സ്വാഗതം ചെയ്യുന്നു. K മുരളീധരൻ കരുത്തനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം വട്ടിയൂർക്കാവിന്റെ മുൻ MLA ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന അത്രയധികം ആത്മവിശ്വാസത്തിലാണ് CPM-ന്റെ വട്ടിയൂർക്കാവിലെ ജനപ്രതിനിധി VK പ്രശാന്ത്.
അതാണ് പ്രശാന്തിന്റെ പ്രതികരണം. മിഥുൻ, പ്രശാന്തിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞല്ലോ. വലിയ കോൺഫിഡൻസിലാണ് പ്രശാന്ത് നിൽക്കുന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും ആദ്യത്തെ മാറ്റുരയ്ക്കൽ നടക്കുക. കാരണം മുരളി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടം തേടുമ്പോൾ അതിന്റെ പ്രധാന ഇടമായി വട്ടിയൂർക്കാവ് മാറുക എന്നതാണ്. പൂർണ്ണമായും തലസ്ഥാന നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. ആ മണ്ഡലത്തിന്റെ സ്വഭാവം പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. അരുൺ ചോദിച്ചതുപോലെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ വേറെ ഓട്ടമുള്ള ഇടമാണ്. അവിടേക്കാണ് മുരളീധരന് വീണ്ടും വന്ന് വിജയിക്കാൻ കഴിയേണ്ടി വരുന്നത്. അവിടെ മുരളീധരന്റെ ഈ വട്ടിയൂർക്കാവ് മിഷൻ അത് എത്ര കണ്ട് സാധ്യതയുള്ളതാണ്, എത്ര കണ്ട് വെല്ലുവിളിയുള്ളതാണ്, അതിന്റെ രാഷ്ട്രീയമായി എങ്ങനെ വിലയിരുത്താം മിഥുൻ? സൈത്ത്, അതിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മുൻകാലങ്ങളിൽ കെ മുരളീധരൻ അവിടെ നിന്ന് വിജയിച്ചു കയറിയപ്പോൾ ഈ പറയുന്ന BJP-ക്കായാലും അല്ലെങ്കിൽ LDF-നായാലും ലഭിച്ചിരുന്ന വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും കെ മുരളീധരനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. ആ വോട്ടുകളെല്ലാം തന്നെ തിരികെ തന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രധാനമായും ഈ ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ ദിവസം തൊട്ട് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ ഈ മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലം BJP-ക്ക് കൂടുതൽ വോട്ട് നൽകുന്ന മണ്ഡലമാണ്. അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റിയ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ കെ മുരളീധരന്റെ ഒരു കടന്നുവരവ് വരുമ്പോൾ കെ മുരളീധരനൊപ്പം ആണ് ഈ വോട്ടുകളൊക്കെ മാറി നിൽക്കാറ്. ആ വോട്ടുകളൊക്കെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും PK പ്രശാന്ത് എന്ന ഒരു ജനകീയ നേതാവ്, അദ്ദേഹം മേയറായിരുന്നപ്പോൾ തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് മേയർ ബോ എന്ന പേരൊക്കെ സ്വന്തമാക്കി ആ ഒരു വലിയ ജനകീയ നേതാവായി തന്നെയാണ് വട്ടിയൂർക്കാവിലേക്ക് അദ്ദേഹം രംഗത്തിറങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുകയും തുടർച്ചയായി വിജയങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികളെ എന്നുള്ള രീതിയിൽ, അതായത് കെ മോഹൻകുമാർ ആയാലും അല്ലെങ്കിൽ വീണ എസ് നായർ ആയാലും VK പ്രശാന്ത് എന്ന ജനകീയ മുഖത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കെ മുരളീധരൻ എന്ന ഒരു ക്രൗഡ് പുള്ളർ, കോൺഗ്രസിനെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ ചെന്നപ്പോൾ, വടകരയിൽ MP ആയിരുന്നപ്പോൾ തന്നെ നേമത്ത് മത്സരിക്കാൻ ചെന്നപ്പോഴൊക്കെ തന്നെ വട്ടിയൂർക്കാവ് ജനങ്ങളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ്, അദ്ദേഹം പാർട്ടി നോക്കിയല്ല ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, തങ്ങൾക്ക് സഹായം ചെയ്യുന്നത് പാർട്ടി നോക്കിയല്ല, ആ ഇടപെടൽ തന്നെയാണ് തങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ഒരു ഏക കാരണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് വട്ടിയൂർക്കാവിലേക്ക് തിരികെ എത്താനുള്ള ഒരു നീക്കം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അദ്ദേഹം ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഇടത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടത് MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൂടുതൽ വെല്ലുവിളിയാകില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ കെ മുരളീധരന്റെ കടന്നുവരവ് അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൈത്ത്, അതാണ് സാഹചര്യം. മിഥുൻ, ഒരു കാര്യം കൂടി, ഈ നിലവിലെ സാഹചര്യത്തിൽ CPM-ൽ 2 ടേം വ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷേ പ്രശാന്തിനെ സംബന്ധിച്ച് അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു ടേമേ ഉള്ളൂ. ഒരു ടേം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അടുത്ത ടൈമിൽ തീർച്ചയായും പ്രശാന്തിനെ CPM പരിഗണിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കൂടിയാവാം പ്രശാന്ത് ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ മുരളിയെ തടയിടുന്ന തരത്തിലുള്ള പ്രസ്താവനകളും നീക്കങ്ങളും നടത്തുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, കെ മുരളീധരന്റെ ലക്ഷ്യം അത് വട്ടിയൂർക്കാവ് മാത്രമല്ല, വട്ടിയൂർക്കാവിനപ്പുറം KPCC-യുടെ നേതൃതലത്തിലേക്ക് തിരിച്ചെത്തുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി മുരളീധരന് പിന്നിലുണ്ടാവാം. അത്തരം ചില ഉറപ്പുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതായും സൂചനകളുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന ഒരു ക്രൂഷ്യൽ മൊമെന്റ് കോൺഗ്രസിന് മുന്നിലുണ്ട്. അതിനുവേണ്ടി ഇന്നലത്തെ KPCC യോഗമടക്കം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. മുരളിയുടെ സംസ്ഥാന കോൺഗ്രസിലെ ഒരു സാന്നിധ്യവും ഇടപെടലും ഏതു തരത്തിലേക്ക് കൊണ്ടുവരാനാണ്? തലസ്ഥാന കേന്ദ്രീകൃതമായ വട്ടിയൂർക്കാവിൽ ഇരുന്നു കൊണ്ട് KPCC-യുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മുരളിക്ക് കഴിയുമോ? കാര്യം, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ KPCC-യുടെ നേതൃയോഗത്തിൽ ഉയർന്നു വന്നിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് കെ മുരളീധരൻ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം രാവിലെ ഈ നേതാക്കളെത്തി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ സംഘടനാ തലത്തിലുള്ള പിഴവുകൾ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിൽ ഇനി പ്രധാനമായും ഉള്ളത്, അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിക്കണം. അതിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഇടപെടലുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ജില്ലാ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അത് തദ്ദേശീയ തെരഞ്ഞെടുപ്പാണ്. വാർഡ് തലത്തിലേക്ക് വിട്ടു നൽകുക. വാർഡ് തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒപ്പം തന്നെ UDF നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് പോകണം. അതിൽ വേറെ തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകരുതെന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗത്തിലും നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കൂടിയാലോചനകൾ അദ്ദേഹം പ്രധാനമായും പൊതുരംഗത്തേക്കും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന കാര്യം പാർട്ടി കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു അനുനയ ശ്രമത്തിനു കൂടി, അവസാനവട്ട അനുനയ ശ്രമത്തിനു കൂടി കഴിഞ്ഞ ദിവസം
രാവിലെ ഈ ഒരു നേതൃയോഗത്തിലേക്ക് ക്ഷണിക്കാൻ കൂടിയാണ് ഈ നേതാക്കൾ എത്തിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു കാര്യം പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മത്സരിപ്പിക്കാൻ പറഞ്ഞു വിടുന്ന ആ ഒരു വേളയിൽ തന്നെ ചില വാഗ്ദാനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം KPCയുടെ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞു വെച്ചത് കെ സുധാകരൻ ഇപ്പോൾ മാറേണ്ട സ്ഥിതിവിശേഷമില്ല. കാരണം ഇത്രയും വലിയ വിജയം നേടിയിട്ടിരിക്കുന്ന ഒരു പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ നിലവിൽ മാറേണ്ട സാഹചര്യമില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ഒരു സൂചന കൂടി, അല്ലെങ്കിൽ അത് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം ചെയ്തതെന്നുള്ളത് തന്നെ. അത് ലക്ഷ്യമിടുന്നത് KPCയുടെ നേതൃസ്ഥാനം തന്നെയാണ്. കൂടാതെ വട്ടിയൂർക്കാവ് എന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ ഉറ്റ കോട്ട കൂടിയായിരുന്ന വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും നിലവിൽ ജില്ലാ ഘടകങ്ങൾക്ക്, അതായത് കെ മുരളീധരനെ എതിർപ്പുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ കെ മുരളീധരന് എതിർപ്പുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികളെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണമെന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല നേതാക്കളും രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വട്ടിയൂർക്കാവിലേക്ക് ഇറങ്ങാൻ കെ മുരളീധരൻ തീരുമാനിച്ചാൽ എന്തായാലും അത് നേതൃത്വത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇത്രയും അധികം പല തവണയും ഒരു ക്രൂഷ്യൽ നിമിഷത്തിൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ പോയിന്റിൽ ഒരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കുക എന്നുള്ള നിർദ്ദേശം നേതൃത്വം മുന്നോട്ട് വെക്കുമ്പോൾ അത് സധൈര്യം അത് ഏറ്റെടുത്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാകുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വട്ടിയൂർക്കാവിലേക്ക് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യ ചുവടുവെപ്പ് എന്നോളം പ്രാദേശിക നേതാക്കളുമായും സാമുദായിക നേതാക്കളുമായും അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു. കെ മുരളീധരന്റെ രാഷ്ട്രീയ നീക്കമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായി മാറുന്നത്. തൃശൂരിലെ തോൽവി മുരളീധരനെ മാനസികമായി ഏറെ തളർത്തി. പക്ഷേ ആ തോൽവി മറ്റൊരു സാധ്യതയാക്കി മാറ്റുകയാണ് മുരളീധരൻ എന്നതാണ് ഈ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. അദ്ദേഹം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി വട്ടിയൂർക്കാവിൽ കൂടുതൽ സജീവമാവുന്നു. നേതാക്കളും പ്രവർത്തകരുമായുള്ള കൂടിയാലോചന നടത്തുന്നു. CPM നേതൃത്വവും വളരെ ജാഗ്രതയിലാണ്. കാരണം ആ മണ്ഡലം കൈവിട്ടു പോവാതിരിക്കാനുള്ള ജാഗ്രത തേടുകയാണ് CPM എന്നതാണ് എൻ്റെ രാഷ്ട്രീയം.